ഹായ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് ഞങ്ങൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് ഒരു സൈക്ലിങ്ങും ഗ്രില്ലും കൂടെയൊക്കെയാണ് കേട്ടോ. അപ്പം മുഷീഫ് പാർക്കിലോട്ട് പോകാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഈ ദിവസം അതിനും ഉണ്ട്, ബാക്കിൽ ഫുള്ള് സൈക്കിളാണ് കേട്ടോ. ഈ ദിവസത്തിൻ്റെ അതിനുണ്ട്, പിന്നെ ഏക്കാട സൈക്കിൾ, അങ്ങനെ 3 സൈക്കിൾ ബാക്കിലുണ്ട്, പ്ലസ് ഗ്രില്ലിൻ്റെ ഐറ്റംസും. അങ്ങനെ അവർക്ക് ഇരിക്കാൻ സ്ഥലമില്ല. കടയിൽ കയറിയപ്പോൾ ഒരു കോഫി പറഞ്ഞ് അങ്ങനെ ഒരു കോഫിയും കുടിച്ച് അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നല്ല ട്രാഫിക് ഉണ്ട്. അങ്ങനെ ഞങ്ങൾ മുഷീഫ് പാർക്കിൽ എത്തി കേട്ടോ. എൻട്രി ഫീ 10 ദിർഹം എന്നാണ് പേ ചെയ്യുന്നുണ്ട്. ബാർകോഡ് കാണിച്ചപ്പോൾ ഓപ്പൺ ആയിട്ടുണ്ട്. ഇവിടെ ഒരു ബോർഡൊക്കെ ഉണ്ട് കേട്ടോ, ദുബായ് ലാർജസ്റ്റ് സിപ്പ് ലൈൻ പാർക്ക് എന്ന് പറഞ്ഞിട്ട്. പിന്നെ സ്വിമ്മിംഗ് പൂളും ഒക്കെ ഉണ്ട് ഇതിൻ്റെ അകത്ത്. ഇതൊരു വൈറ്റ് പാർക്കാണ്. ഞങ്ങളങ്ങനെ പാർക്കിൽ എത്തിയിട്ടുണ്ട്. അടുത്ത് വാഷ്റൂം ഒക്കെ ഉണ്ട് കേട്ടോ. അതുകൊണ്ട് ഇവിടെ അടുത്തെല്ലാം ഇരിക്കാമെന്നാണ് വിചാരിക്കുന്നത്. ഇങ്ങനെയുള്ള ടെൻറ്റുകളാണ് ഇവിടെ നിറച്ചും. ഫുള്ള് സൈക്കിളാണ്. അതിന് സൈക്കിളുമായിട്ട് വന്നിട്ടുണ്ട്. ദിവസം എടുക്കാൻ പോയിട്ടുണ്ട്. ഈ കൈയും ദിവസം സൈക്കിളുമായിട്ട് വരുന്നുണ്ട്. ഞങ്ങൾ ആക്ച്വലി കുറേ ദിവസമായി കേട്ടോ ഗ്രില്ലിനൊക്കെ വന്നിട്ട്. അപ്പം മക്കൾക്കും കളിക്കാം, പ്ലസ് നമുക്കൊരു ബാർബിക്യൂ എക്സ്പീരിയൻസും ആവുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങോട്ടേക്ക് വന്നത് കേട്ടോ. നല്ല വെയിലുണ്ട്, കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേക്കൊന്ന് വെയിലൊന്ന് താരുമെന്ന് വിചാരിക്കുന്നു. ദിവസം സൈക്കിളുമായിട്ട് എത്തിയിട്ടുണ്ട്. ഇഷ്ടംപോലെ സ്പേസ് ഉള്ള ഒരു പാർക്കാണ്. അപ്പോൾ നല്ല രസമാണ്, ക്ലീനാണ്, കുട്ടികൾക്ക് ഒരുപാടുണ്ട് കളിക്കാനായിട്ട്. ഞങ്ങൾ ഷോപ്പിൽ നിന്ന് ഫലാഫിലും സമൂസും വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. സമൂസ് വൈകിട്ടത്തേക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഫലാഫിൽ വാങ്ങിച്ചിട്ടുണ്ട് കഴിക്കാനായിട്ട്. ഞങ്ങൾ ഇരുന്ന സ്ഥലം കുറച്ച് ഉള്ളിലോട്ടായിരുന്നതുകൊണ്ട് നമ്മൾ ഈ ഒരു പ്ലേസിലോട്ട് വന്നിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം. ഈ ഒരു പ്ലേസ് എങ്ങനെയുണ്ട്, ചെറിയൊരു ലേക്ക് പോലെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഭയങ്കര രസമാണ് കാണാനായിട്ട്. ഒരു ചെറിയ ബ്രിഡ്ജും കുട്ടികൾക്ക് കളിക്കാനും ഒക്കെയുള്ള ഒരു പ്ലേസാണ്. പിന്നെ നമ്മളെ സാധനമെല്ലാം എന്താ ഇവിടെ വെച്ചിട്ടുണ്ട്. ബെഞ്ച് 2 ഉണ്ട്. പിന്നെ അതേ ഗ്രില്ല് ചെയ്യാനായിട്ട് ആ ഒരു സ്പേസ് ഉണ്ട്. അങ്ങനെ ഞങ്ങളിവിടെ സെറ്റായി. ഇഷ്ടപ്പെട്ടു ഈ പ്ലേസ്. നമ്മൾ ഇതുവരെയും കുറേ പ്രാവശ്യം വന്നിട്ടുണ്ട്. ഈ ഒരു പ്ലേസ് നമുക്ക് കണ്ടുപിടിക്കാൻ സാധിച്ചില്ല. എനിക്ക് തോന്നുന്നു ഇപ്പം ന്യൂലി അവർ ചെയ്തതായിരിക്കണം. നല്ലൊരു പോണ്ട് കേട്ടോ, ചെറിയൊരു പോണ്ടും ക്ലിയർ വാട്ടറുമാണ്. നല്ല രസമുണ്ട് കേട്ടോ, നല്ല ഭംഗിയുണ്ട് ഈ ഒരു പ്ലേസ്. ചെറിയൊരു ഷോപ്പും ഉണ്ട് അവിടെ. കാണുന്നത് ഷോപ്പാണ്, ഈ കാണുന്ന ഷോപ്പാണ്. ഐസ്ക്രീമും കോഫി, ടീ അങ്ങനെയൊക്കെയുള്ളൊരു ഷോപ്പാണ്. ഈ ദിവസം അതിനുണ്ട് സൈക്ലിങ്ങിനും എല്ലാം പറ്റുന്ന ഒരു പാർക്കാണ് കേട്ടോ. ഇതേ അവര് സൈക്ലിങ്ങിന് പോയിട്ടുണ്ട്. അതിനൊക്കെ ഇറങ്ങി അങ്ങോട്ട് പോകുന്നുണ്ട്. നിറയെ ബേർഡ്സും വെള്ളവും അരുവിയും ഒക്കെയുള്ള അടിപൊളി ഒരു പാർക്ക്.
ലാൻഡ്സ്കേപ്പ് ഒക്കെ ഉള്ള ഒരു അടിപൊളി പാർക്കാണ് കേട്ടോ ഇത്. കുട്ടികൾക്ക് കളിക്കാനായിട്ടുള്ള സ്പേസ് അവിടെ എവിടെയായിട്ടുണ്ട് കേട്ടോ. ഒരുപാടുണ്ട്, ഇത് മാത്രമല്ല ഒരുപാടുണ്ട്. വാഷിംഗ് ഫെസിലിറ്റിയും ഉണ്ട്. കുറച്ച് കഴിഞ്ഞപ്പം ഈ വാട്ടറിൻ്റെ ഫ്ലോ അവർ ഓണാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ചുകൂടെ നല്ല ഭംഗിയായിട്ടുണ്ട്. നോക്കിക്കേ, അവിടെ അങ്ങ് അറ്റം വരെ ഉണ്ട് കേട്ടോ. ഭയങ്കര രസമാണ് കാണാനായിട്ട്. ഞങ്ങൾ പാർക്കിലോട്ട് വന്നു. ഇപ്പോൾ സമയം 7 മണിയായിട്ടുണ്ട്. നമ്മൾ പതുക്കെ ഗ്രില്ലിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഈ പാർക്കിലെ മറ്റൊരു അട്രാക്ഷനാണ് ഈ പോകുന്ന ട്രെയിന്. പാർക്കിലെ കാഴ്ചകളെല്ലാം കണ്ടുകൊണ്ട് നമുക്കിതിലൂടെ പോകും. ചിക്കൻ വെക്കുകയാണ്. ചിക്കൻ റെഡിയാവുന്ന ടൈമും ഉണ്ട്. നമുക്കൊരു സൈക്ലിങ്ങിന് പോയിട്ട് വന്നാലോ? അറ്റ് ലാസ്റ്റ് ഞാനും കൂടെ കയറി കേട്ടോ. എനിക്കൊരാഗ്രഹം സൈക്ലിങ്ങിന് പോകാനായിട്ട്. ചിക്കനൊക്കെ റെഡിയായി കേട്ടോ. ഞങ്ങള് ചാർക്കോളെല്ലാം കഴിഞ്ഞ് ബ്രെഡും കൂട്ടി ചിക്കൻ അടിക്കണേ. നമ്മൾ അങ്ങനെ കഴിച്ചൊക്കെ കഴിഞ്ഞു. കുറച്ചൊക്കെ റിലാക്സ് ചെയ്ത് അവിടെ ഇരുന്നതിന് ശേഷം അതെ നമ്മൾ വീട്ടിൽ പോകാനായിട്ടെല്ലാം പാക്ക് ചെയ്തു കേട്ടോ. അപ്പം ഇന്നത്തെ ഒരു വ്ളോഗ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. കീപ് വാച്ചിങ്, ഡു സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ, കമൻറ്റ്. ബൈ.